അബേലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഒരു 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അതായത് ബുധനാഴ്ച കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് തിങ്കളാഴ്ചത്തെയാണ് കേട്ടോ. തിങ്കളാഴ്ച വൈകിട്ട് നമ്മുടെ കപ്പളയിൽ 10 ദിവസത്തെ കൊന്തയുണ്ട്. ഇത് 2ാമത്തെ കപ്പളയുടെ കൊന്തയാണ്. ഈ 3ാമത്തെ 10 ദിവസം നമ്മുടെ പള്ളിയിലാണ്. അങ്ങനെ 30 ദിവസം. അപ്പോൾ നമ്മുടെ കപ്പളയുടെ കൊന്ത ശനിയാഴ്ച തുടങ്ങി കേട്ടോ. ശനി ഞായറും നല്ല കാലാവസ്ഥയായിരുന്നു. തിങ്കളാഴ്ച ആയപ്പോൾ ഒരു 4:30 ആകുമ്പോഴേക്കും നല്ല മഴയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എന്നാലും 2 ദിവസം ഞങ്ങൾ ബൈക്കിലാണ് പോകാറ് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് ഞങ്ങൾ അന്ന് കാറിനാണ് പോയത്. അപ്പോൾ അത് നമ്മുടെ കപ്പകളൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടേക്കാണ് കേട്ടോ. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതാവിൻ്റെയും കൂടെയുള്ള കപ്പയുടെയാണ് കേട്ടോ. കുർബാനയും ആരാധനയും കൊന്തയാണ് വൈകിട്ടുള്ളത്. വൈകിട്ട് 6 മണിക്കാണ് കേട്ടോ. അപ്പോൾ അതേ കുർബാനയും നമ്മുടെ കൊന്തയൊക്കെ കഴിഞ്ഞു. രൂപമൊക്കെ മുത്തി ഞങ്ങൾ എന്നും വൈകിട്ട് നേർച്ചയായിട്ട് ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് ഞങ്ങളത് വണ്ടിയിൽ കയറാൻ പോവുകയാണേ. പള്ളിയിലൊക്കെ പോയി ഇന്ന് പ്രാർത്ഥിച്ചാൽ കഴിയുമ്പോൾ കൊന്തയൊക്കെ കൂടി കഴിയുമ്പോൾ ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷം, ഒരു തൃപ്തിയാണ് കേട്ടോ. മനസ്സിൽ ഒരു പ്രത്യേക കുളിർമയാണ്. ചേട്ടയെ അവിടെ വണ്ടിയെടുത്ത് പോയി നോക്കുന്നിപ്പോണ്ട്. എല്ലാവരും വീട്ടിൽ പോയി തുടങ്ങി ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് കഴിച്ചേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പൂസും അബിയും കാറിൽ കയറിയതുകൊണ്ട് ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. കുർബാന നടക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. കുർബാനയും കൊന്തയെ കഴിഞ്ഞപ്പോഴേക്കും മഴ ആ ഒരു ശക്തി മാറി ചെറിയൊരു മഴ പൊടിച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് കഴിച്ച് നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അടുത്തത് പിറ്റേ ദിവസം രാവിലെ ഉള്ളതാണ് കേട്ടോ, ചൊവ്വാഴ്ച രാവിലെ. അപ്പം കുക്കറിൽ നമ്മൾ ചോറ് വെച്ചേക്കുന്നതാണേ. ഇനി നമ്മൾ മോര് കാച്ചാൻ പോകാം കേട്ടോ. സാധാരണ ഞാൻ തൈര് വാങ്ങിച്ചിട്ട് മിക്സിയിൽ വെച്ച് വെള്ളം ഒഴിച്ച് അടിച്ചാണ് ഞാൻ മോര് കാച്ചാറ്. പക്ഷേ ഇന്ന് ഞാൻ ചുമ്മാതെ ഡയറക്റ്റ് ഒന്ന് ഒഴിച്ചുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോഴേ ഞാൻ വാങ്ങുന്നത് എപ്പോഴും ഈ ഒരു തൈരാണ് കേട്ടോ. വീട്ടമ്മയുടെ നല്ല കട്ട തൈരാണ്. പുളി അധികമില്ല, എന്നാൽ ആവശ്യത്തിന് പുളിയുണ്ട് കേട്ടോ. അതാണ് ഞങ്ങൾ വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ ഈ പാത്രം ഓൺലൈൻ വഴി വാങ്ങിയതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നോക്കി വാങ്ങിയതാണ്. പക്ഷേ ഉണ്ടല്ലോ പെട്ടെന്ന് തീ കയറും കേട്ടോ. അപ്പോൾ ഞാൻ മോര് കാച്ചുമ്പോഴെല്ലാം ഞാൻ അതിനകത്ത് ഉണ്ടാക്കണത് മോര് മാത്രമേ അതിനകത്ത് കാച്ചാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ അടിക്ക് പിടിക്കുവേ. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇതിനകത്തേക്ക് നമുക്കിനി കടുക് പൊട്ടിച്ചൊഴിക്കാമേ. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ വറ്റൽമുളകൊന്നും ഇടില്ല, ഞാൻ പച്ചമുളകായിരിക്കും ചിലപ്പോൾ ഇടുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മുളക് പൊടിയാണെങ്കിലും ഇടാം, പക്ഷേ മുളക് പൊടി ഇടാല്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് മുളക് പൊടി ഇടുന്ന ഇഷ്ടമല്ലേ. അപ്പോൾ അതേ കടുക് പൊട്ടിച്ചു. അതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചുവന്ന മുളകൊക്കെ ഇട്ട് നമ്മുടെ ഈ കട്ടത്തൈര് അതേപടിയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് കുലുക്കിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക കേട്ടോ. തീ കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിരിഞ്ഞ് പോയില്ല കേട്ടോ. അപ്പോൾ അതേ കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തേ. എന്നിട്ട് ഞാൻ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാൻ പോകണത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, അതിന് ശേഷം ഞാൻ ഉലുവാപ്പൊടി ഇടുന്നുണ്ട്, കായപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ ഉപ്പിടുന്നത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണല്ലോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട പൊരിക്കാൻ പോവുകയാണേ. കൊച്ചിന് ചോറിൻ്റെ കൂടെ മോര് കറി മുട്ട പൊരിച്ചതുമാണ്. ചേട്ടായിക്ക് മോര് കറി മീൻ വറുത്തതുമാണ് കേട്ടോ. കൊച്ചിന് സ്കൂളിൽ കൊണ്ടുപോയി മുട്ട പൊരിക്കുമ്പം ഞാൻ മുളക് കട്ട് ചെയ്യുമ്പം ഇച്ചിരി വലുപ്പത്തിൽ കട്ട് ചെയ്യേ. കാരണം അത് പറക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ്. അവൾക്ക് ചോറ് കൊടുത്തു വരുമ്പം ആ മുളക് ഞാൻ പറക്കി മാറ്റി ഞാൻ കേട്ടോ. അപ്പോൾ അത് പറക്കി മാറ്റാൻ എളുപ്പത്തിനാണ് ഞാൻ അങ്ങനെ മുളക് സൈഡിലാക്കി പൊരിച്ചത്. അങ്ങനെ നമ്മുടെ മോര് കാച്ചിയത് തണുപ്പാറിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചേ. പിന്നെ ഒരിടത്ത് ഞാൻ ചേട്ടായിക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ മീൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് നന്നാക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിനകത്ത് ഞാൻ മഞ്ഞൾ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി ഇട്ടുമ്പോൾ കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാണ് ഞാനത് വറുത്തെടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ കഴിക്കാമെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണേ. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ടത്തെയാണ് കേട്ടോ. വൈകിട്ട് ചേട്ടായി മീൻ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു. അപ്പം മീൻ കറി വെച്ചു. പിന്നെ കടല വെള്ളത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് നമ്മൾ തലേന്ന്, അതായത് ചൊവ്വാഴ്ച രാത്രി നമ്മൾ റൈസ് കുക്കറിലാക്കി വെച്ചായിരുന്നേ. എന്നിട്ട് നമ്മൾ ബുധനാഴ്ച രാവിലെ ഉപ്പുമാവും കടലക്കറിയാണ് കേട്ടോ. കടലക്കറിയിൽ കിഴങ്ങിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടോ. കിഴങ്ങും ക്യാരറ്റും ഒക്കെ കടലക്കറി ഇടുന്ന ഒരു ടേസ്റ്റ് കൂടുതലാണ്. എനിക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഉപ്പുമാവിനുള്ളത് ഉണ്ടാക്കുന്നുണ്ട്, ഒരു സൈഡിൽ ഞാൻ കുക്കറിൽ ഞാൻ നമ്മുടെ കടല 6 വിസിലടിച്ച് വെച്ചിട്ടുണ്ട്. ചോറ് തലേന്ന് റൈസ് കുക്കറിലാക്കി വെച്ചിരുന്ന കാരണം രാവിലെ എണീച്ചപ്പോൾ തന്നെ ചോറ് വാർത്തിട്ട് കേട്ടോ. പിന്നെ മീൻ കറി ഇന്നലെ വെച്ചതിരിപ്പുണ്ടേ.
പിന്നെ മോര് കറി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കടല 6 വിസിലടിച്ചിട്ട് നമ്മളതിൻ്റെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലയൊക്കെ ചേർത്ത് നമ്മൾ കടുക് പൊട്ടിച്ച് എടുത്തൊഴിച്ചതിന് ശേഷം ഞാൻ കിഴങ്ങ് അരിഞ്ഞതും കൂടെ ആ കടലയിലേക്ക് ഇട്ടിട്ട് 1 വിസിലും കൂടി അടിച്ചു കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ കടല ഇപ്പം കാണിച്ചേക്കണത്. പിന്നെ കടല നമ്മൾ കുറച്ച് ഉടയ്ക്കും കേട്ടോ. അപ്പം അതിനൊരു കൊഴുപ്പും കൂടും, ആ കടലയുടേതായ ഒരു ടേസ്റ്റും ആ കറിയിലേക്ക് ഇറങ്ങും. അപ്പോൾ അബിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഒരു സൈഡിൽ മോര് കറി ഒഴിച്ചു കൊടുത്തു, ഒരു സൈഡിൽ മീൻ കറി ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് 2 കഷ്ണം മീനും കൊടുത്താണ് അവൾക്ക് സ്കൂളിൽ കൊടുത്തു വിട്ടത്. ചേട്ടായും അത് തന്നെ കൊണ്ടുപോയി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഉപ്പുമാവും കടലക്കറിയെ കഴിച്ചു കേട്ടോ, ചായ കുടിച്ചേ. ഇത് പിന്നീട് വൈകുന്നേരമാണ് കേട്ടോ. മഴയൊക്കെ ആയത് കാരണം അഭിമോൾ ട്യൂഷൻ പോകാൻ മടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അഭിമോളും അപ്പൂസും കൂടെ ഭയങ്കര ഒരുമയിലിരുന്നുകൊണ്ട് TV കാണുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ച് അപ്പൂസിന് പാലജി ബിസ്ക്കറ്റ് വേണം പറഞ്ഞാൽ അതൊക്കെ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അപ്പനെ കാണാഞ്ഞിട്ട് അപ്പൻ്റെ കൂട്ടി കഴിഞ്ഞ് വരുന്ന സമയമാണല്ലോ കേട്ടോ. അപ്പം സന്ധ്യയായിട്ടും അപ്പനെ കാണാഞ്ഞിട്ട് അപ്പനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണേ. ഇന്ന് ചേട്ടായിക്ക് 7 മണി ഒരു ഡ്യൂട്ടി 7:30 വരുവോളെ. അപ്പോൾ ഒരു 5 മണി 5:30 ആയപ്പം ചായ കുടിച്ചപ്പോൾ അന്വേഷിക്കുന്നതാണ് കേട്ടോ. വീഡിയോ ഞാൻ കാണിക്കുന്നതിന് അവന് ഇഷ്ടമല്ല കേട്ടോ, അതിൻ്റെ കലിപ്പാണ് കാണിച്ചത് അവനെ. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ.